ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അച്യുതൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് അംബികയും അച്യുതനും തമ്മിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്നത് ഭൂമിയുടെ കാര്യത്തെ ആലോചിച്ചാണ്. പക്ഷേ ഭൂമിക്ക് ഇനി ഞങ്ങളെ വിട്ടു പോകാൻ വേണ്ടി അധിക ദിവസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തൻ്റെ അസുഖം കാരണം ഇനിയാണെങ്കിൽ ഈ സത്യം മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അച്യുതൻ പറയുന്നുണ്ട്. അംബിക ഇത് കേട്ടതും ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുക, എത്രയായിരുന്നാലും ഞങ്ങളുടെ മോള് തന്നെയാണ് ഭൂമി, ഇനി അവളെ ആർക്കും തന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അച്യുതൻ പറയുക, എന്തായാലും നമ്മുടെ കാലം കഴിഞ്ഞിരുന്നാലും അവൾക്ക് അവളെ സ്വന്തം അച്ഛനെ തിരിച്ചറിയേണ്ട ഒരു അവകാശമുണ്ട്. അത് നമ്മളായിട്ട് മാറ്റിക്കൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അംബിക പറയുക, എന്തായാലും ആ സമയത്ത് നമ്മളടുത്ത് ദേഷ്യവും വൈരാഗ്യവും തോന്നാൻ ഒരു നിമിഷം മതി അവൾക്ക്. അതുകൊണ്ട് ഈ സത്യം തുറന്ന് പറയാൻ ഇപ്പം വെച്ചത് നിൽക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്യുതൻ പറയുക, ഓരോ കാര്യത്തിനും എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിന്നതാ, പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ കാണിക്കാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അംബിക. അത് എനിക്ക് ഇപ്പോൾ അസുഖത്തിൻ്റെ കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, പക്ഷേ ഈ ഒരു കാര്യം വെച്ച് നിന്നെ ആരും എപ്പോഴും വഴക്ക് പറയാൻ പാടില്ല. ഞാൻ ഇല്ലാതായാൽ പോലും പക്ഷേ എനിക്കാണെങ്കിൽ ഈ സത്യം അവിടെ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അല്ലായെങ്കിൽ ഭവാനി ഇതറിഞ്ഞാലുള്ള കുഴപ്പം വേറെ രീതിയിലായിരിക്കും. പക്ഷേ അവളെ അച്ഛന് പോലും പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട് അച്യുതൻ. അങ്ങനെ അച്യുതനാണെങ്കിൽ ഒരു ഫാദേഴ്സ് ഡേ ദിവസത്തേക്ക് ആ അച്ഛനെ തിരിച്ചറിയേണ്ട ഒരു ദിവസമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം റിഹേഴ്സലെടുക്കുകയാണ് അച്ഛനും അച്യുതനും അതുപോലെ തന്നെ ഭൂമിയുടെ അമ്മയായ അംബികയും. അങ്ങനെ അവർ തമ്മിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആണ് സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഭൂമി. എന്നാൽ അത് ഇപ്പോൾ ഒരു സങ്കടക്കടലായി മാറാൻ പോവുകയാണ് ഇന്നത്തെ ഈ ദിവസം. അപ്പോഴത്തേക്കും അംബിക പറയുന്നുണ്ട്, അവളെ അച്ഛനടുത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ എന്തുമാത്രം വെറുപ്പായിരിക്കും അല്ലേ നമ്മുടെ മോക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഫോട്ടോയിൽ വരെ ബാക്ക് സൈഡിൽ അവൾ സ്വന്തം അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കുക തന്നെ എൻ്റെ ഈ സത്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ദിവസമായിട്ട് ഞാനിത് മാറ്റിയതിന് കാരണം ഒന്നുകൂടിയുണ്ട്. അവളുടെ സ്വന്തം അച്ഛനും കുടുംബവും ക്ഷണിക്കപ്പെട്ടവരിലുണ്ട്. അവരിത് കേൾക്കുകയും അതുപോലെ തന്നെ അവരെല്ലാം മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലോട്ട് ഈ ഭൂമിയെ കൊണ്ടുപോകാൻ ഞാൻ കാരണം ആവണം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അച്യുതൻ പറയുന്നുണ്ട്. ഇത് വാർത്ത കേട്ട് ഉടനെ തന്നെ ഭവാനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും ഈ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ട് പോയിരിക്കുക, പക്ഷേ ഞാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ അച്യുതനെ ഇല്ലാതാക്കണമെന്ന് ഭവാനി വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ പറയുക, എത്രയും പെട്ടെന്ന് വെച്ചാൽ ഇനി സമയമില്ല. അവിടെയാണെങ്കിൽ തിക്കും തിരക്കുമായിട്ട് ആളുകളാണെങ്കിൽ വന്നു തുടങ്ങിയിരിക്കുക. അത്രയ്ക്ക് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അവർക്കറിയാവുന്നവർ. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്. ഇത് കേട്ടതും ഭവാനി പറയുക, എനിക്കൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല, പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അല്ലെങ്കിൽ നീ എന്നെയും എൻ്റെ മകളെയുമാണ് ആദ്യം കൊല്ലേണ്ടത്. ഇന്ന് അതായിരിക്കും നടക്കുക. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് അതേപടി കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അയാൾ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം, ശ്രമിച്ചാൽ പോരാ, ഇന്ന് തന്നെ അവനെ തീർക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും അയാൾക്ക് എന്തോന്നില്ലാത്ത ഒരു ദേഷ്യം തോന്നി. പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെ ബേഗ് വശത്തു കൂടി നടന്ന് എങ്ങനെയെങ്കിലും വീട്ടിനകത്ത് കയറി പറ്റണം എന്ന രീതിയിലൂടെ ആരുമില്ലാത്ത സമയത്ത് അകത്തേക്ക് കയറുന്നുണ്ട്. എന്നാൽ അച്യുതനാണെങ്കിൽ അംബികയും പുറത്തിറങ്ങി നോക്കുന്നുണ്ട് എല്ലാവരും വന്ന് ഗസ്റ്റിനെയൊക്കെ. പക്ഷേ എന്നിട്ടും അവർക്ക് ഒരു ടെൻഷനാണ്, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി റിഹേഴ്സൽ എടുക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ അകത്ത് കയറി പോകുന്ന സമയത്ത് വിളിക്കുന്നുണ്ട് മോളെ ഭൂമിയെ.
ഭൂമി വിളിച്ച് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കറക്റ്റ് സമയത്ത് വരും, അച്ഛനാണെങ്കിൽ വിഷമിക്കാതിരിക്കണം, ഇന്നത്തെ ദിവസം എനിക്കൊരു സർപ്രൈസ് അച്ഛന് തരാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കോ? എന്ത് സർപ്രൈസാ? അതെല്ലാം ഞാൻ വന്നിട്ട് പറയാമെന്ന് ഭൂമി പറയുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെയൊക്കെ കണ്ട ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഫാദറിന് അയച്ചു കൊടുത്ത ആ ഒരു ചികിത്സാ സഹായത്തിൻ്റെ എല്ലാം ശരിയായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് ചെക്ക് കൈപ്പറ്റണം, അതുപോലെ തന്നെ അവിടുത്തെ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ആക്കണം, അത് ഭൂമി എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന്. ആ ആവശ്യത്തിനേക്കാണ് അവിടെ ഭൂമി പോയത്. അവിടെ പോയിട്ട് അച്ഛനും അതുപോലെ തന്നെ അവിടുത്തെ സിസ്റ്ററൊക്കെ പറയുക, എന്തായാലും പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥ ആകാനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്നതല്ലേ, പക്ഷേ എന്ത് പറ്റി നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രയാസഘട്ടം കൂടി കടന്നു പോയിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയ സമയത്ത് ഞാനാണെങ്കിൽ ജോലിക്ക് ഇറങ്ങുക അത്യാവശ്യമായിരുന്നു, അപ്പോഴത്തേക്കും എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ ബാക്കിയാക്കി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പക്ഷേ ഇനിയും അത് തിരിച്ചു പിടിക്കേണ്ട ഒരു അവസരം നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിയുടെ കീഴിൽ തന്നെ എല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഭൂമിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കാര്യം അച്ഛൻ്റെ അടുത്ത് നേരിട്ട് പോയി പറയണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഭൂമിക്കുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അച്ഛൻ ഫോൺ വിളിച്ചിട്ട് പോലും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഭൂമിയാണെങ്കിൽ വീണ്ടും വിളിക്കുന്നുണ്ട്, അംബികയുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ കൃത്യസമയത്തും അവിടെ എത്തും, പക്ഷേ എല്ലാവരെയും സ്വീകരിച്ച് ഞാനില്ലാത്ത ഒരു കുറവും ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും ഫോൺ വെച്ചിട്ട് അച്യുതൻ പറയുക, നമുക്ക് റിഹേഴ്സൽ തുടങ്ങിയാലോ, എന്തായാലും നമുക്ക് ആ സമയത്ത് എല്ലാവരും മുന്നിൽ പറയാനും എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓരോ വാക്കും എല്ലാവർക്കും മനസ്സിലാക്കിയ വിധം ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ അത് വായിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും കട്ടിൻ്റെ അടിയിലേക്ക് ഭവാനി പറഞ്ഞയച്ചയാൾ അവിടെ ഉണ്ടായിരുന്നു, എങ്ങനെയും അച്യുതനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ. അങ്ങനെയാണെങ്കിൽ അവർ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾ എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ അച്യുതനെ പിടിച്ച് ഒരു കത്തി കൊണ്ട് കുത്താൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് അംബിക തടുക്കുന്നുണ്ട്. എന്നാലും അംബികയുടെ ഒരു വാക്ക് കേൾക്കാതെ പെട്ടെന്ന് തന്നെ കൈ മാറ്റിയിട്ട് ഉടനെ തന്നെ അച്യുതനെ കുത്തുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്നാൽ ഉറച്ചു കിടന്ന് വിളിച്ചിട്ടും പെട്ടെന്ന് തന്നെ ആ കത്തി അംബികയുടെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ ഓടി മറയുന്നുണ്ട് ബേക്കി കൂടെ തന്നെ. അങ്ങനെ ഫ്രണ്ടിലാണെങ്കിൽ ഡോറ് കുറ്റിയിട്ടത് കൊണ്ട് തന്നെ ഈ ശബ്ദം കേട്ടിട്ടും ആർക്കും പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലും അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിലുമുള്ള ലോക്ക് ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അംബികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ ഒരു സമയത്ത് കത്തിയും വെച്ച് അങ്ങനെ തന്നെ അച്യുതൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട് ഡോറ് അജയും അതുപോലെ തന്നെയാണ് സത്യനാഥും എല്ലാവരും കൂടി തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും അച്യുതനാണെങ്കിൽ മരിച്ചു കിടക്കുന്നതും അതുപോലെ തന്നെ കത്തിയായിട്ട് നിൽക്കുന്ന അംബികയാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ ഉടനെ തന്നെ വിശ്വസിക്കുന്ന നാട്ടുകാർ എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും കുത്തിക്കൊന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിപ്പിച്ച് എല്ലാവരും ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് അജയ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കേസിൻ്റെ രീതിയിൽ പോയിരുന്നാലേ ശരിയാവുള്ളൂ, ഇതിലൊരു ബന്ധത്തിനോ സ്നേഹത്തിനോ വിലയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയാണെങ്കിൽ പെട്ടെന്ന് എത്തുന്നുണ്ട്. ഭൂമിയാണെങ്കിൽ പെട്ടെന്ന് അകത്ത് കയറിയതും തൻ്റെ അച്ഛനാണെങ്കിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടത് നിലവിളിക്കുകയാണ്. അങ്ങനെ അജയും എല്ലാവരും ഭൂമിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അജയ് ആണെങ്കിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അംബികയെ, എന്നാൽ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് അജയുടെ നിലവിളിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഒരു കേസിൻ്റെ രീതിയാകുമ്പോഴത്തേക്കും അതുപോലെ ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ രീതിയിൽ നമുക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ, അതുകൊണ്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും സത്യനാഥിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും അച്ഛാ എനിക്കാണെങ്കിൽ എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു വേണം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. എന്നാലും അച്ഛൻ എന്നെ തിരിച്ചു വരില്ല, ആ ഒരു അവസ്ഥയായി എന്നൊക്കെ പറയുന്നുണ്ട്.
എന്നാലും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അംബികയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനും അജയും വനിതാ കോൺസ്റ്റബിളുമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ അംബിക പറയുന്നുണ്ട്, എനിക്കിതിൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നിശ്ചയമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കേട്ടതും അംബികയാണെങ്കിൽ വീണ്ടും ഭൂമിയുടെ അടുത്ത് ഒന്നും പറയാനോ ഒന്നും ചോദിക്കാനോ ഒന്നും നിൽക്കുന്നില്ല. എന്നാൽ തൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിലവിളിക്കുകയാണ്. എന്നാലും എൻ്റെ അച്ഛൻ പോകാൻ നേരത്ത് പറഞ്ഞിരുന്നു, എനിക്ക് പോകുമ്പോൾ തന്നെ ഒരു ഉമ്മ തന്നിട്ട് പോണേന്ന്. ആ സമയത്ത് പറഞ്ഞു, ഞാൻ പോയിട്ട് വേഗം വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ, പക്ഷേ അതൊരു അവസാന യാത്രയായി പോയി എന്ന് ഉടനെ തന്നെ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഭൂമിയുടെ ഈ നിലവിളി കേട്ടതും സത്യനാഥന് സങ്കടം കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഭൂമിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്ന ഭവാനി പറയുക, എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ഒന്നിപ്പിക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും ഈ അച്ഛനും മോളെയും തമ്മിൽ പിരിപ്പിക്കണം, അതാ ഇനി എൻ്റെ തീരുമാനം. പക്ഷേ സ്വന്തം മകളാണെന്ന് തിരിച്ചറിയാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ ഭവാനി ഉറച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് ഭവാനിയുടെ യാത്ര. ഓരോ തരത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലും അതുപോലെ തന്നെയാണ് സംശയം ഒന്നുമില്ലാത്ത രീതിയിൽ എല്ലാവരും ഒരുപോലെ കെയർ ചെയ്യാനുള്ള ഒരു ബുദ്ധി തന്നെ ഭവാനിക്കുണ്ട്. അതാണെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അജയ് ആണെങ്കിൽ എപ്പോഴും പറയും, ഒരു പ്രത്യേക സ്വഭാവമാണ്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് എല്ലായിടത്തും പറയുമായിരുന്നു. എന്നാൽ അത് അഞ്ജനയുടെ കാര്യത്തിൽ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യം അജയ് പറയുന്നതെന്ന് മുത്തശ്ശിയും പറയുമായിരുന്നു. എന്തായാലും ആ ഒരു സത്യം ഇനി നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു തീരുമാനം കൂടെ ഭവാനി തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഇനി ഭൂമിയെ കൂടെ കൊല്ലണമായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അന്തിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക അച്യുതൻ്റെ ഈ മരണവും. അതുപോലെ തന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ തൻ്റെ അച്ഛനെ സർപ്രൈസുമായിട്ട് വന്ന ആ ഒരു ഭൂമിയെയാണ് അവിടെ നമുക്ക് ഭയങ്കര കരച്ചിലായിട്ട് കാണുന്നത്. പക്ഷേ ഇതെല്ലാം കണ്ട് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ കുടുംബത്തെ നഷ്ടമായ ഭൂമിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും പറയുക, എന്തായാലും അംബിക ഇങ്ങനെയൊന്നും ചെയ്യില്ല, പക്ഷേ ഇനി ഏതോ ഒരാൾ ഇവിടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത്